إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലക്കാർക്കും ഈ ഉമ്മത്തിനും പ്രത്യേകമായി നൽകിയ തഖ്വ എന്ന മഹത്തായ വസിയ്യത്ത്, അല്ലാഹുവിൻ്റെ കിതാബിൻ്റെ വസിയ്യത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ഉമ്മത്തിന് അവിടുത്തെ ഓരോ ഖുതുബയിലൂടെയും ആവർത്തിച്ചുണർത്തിയ പ്രത്യേകമായ വസിയ്യത്ത്, നമ്മുടെ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ അവർ പരസ്പരം തൊട്ടുണർത്താറുണ്ടായിരുന്ന മഹത്തായ വസിയ്യത്ത്, തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ അകറ്റി നിർത്താൻ, പ്രത്യേകിച്ച് വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിദൂരത്താക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടുന്ന ചില പാഠങ്ങൾ, തിന്മയുടെ ഗൗരവങ്ങൾ, അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിന് നൽകിയ വിഭജനങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊരു സാധാരണക്കാരനായ മനുഷ്യൻ, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് കേട്ടപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രതിവചിച്ചു, ലാ ഖൈറ ഫീകും ഇദാ ലം തഖൂലൂഹാ വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബിൽഹാ. നിങ്ങളിത് ഞങ്ങളോട് പറയാത്തിടത്തോളം കാലം, നിങ്ങൾ ഞങ്ങളെ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഉണർത്താത്തിടത്തോളം കാലം നിങ്ങളിൽ യാതൊരു ഖൈറുമില്ല. നിങ്ങൾ തഖ്വ കൊണ്ട് ഞങ്ങളെ ഉപദേശിക്കണം. വലാ ഖൈറ ഫീനാ ഇദാ ലം നഖ്ബിൽഹാ. നിങ്ങളത് വസിയ്യത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ, നിങ്ങളത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളത് സമ്പൂർണമായി സ്വീകരിക്കാത്തിടത്തോളം കാലം ഞങ്ങളിലും ഖൈറില്ല. ഇല്ല സഹോദരങ്ങളെ, തഖ്വ കൊണ്ട് പരസ്പരം ഓർമ്മപ്പെടുത്തുകയും ആ ഉപദേശം കൈമാറുകയും അത് സ്വീകരിക്കുകയും സമ്പൂർണമായി നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യാത്തിടത്തോളം മുസ്ലിം ഉമ്മത്തിൽ നമുക്കിടയിൽ ഖൈറില്ല എന്നത് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. തിന്മകൾ, പാപങ്ങൾ, എത്രയാണ് അതുകൊണ്ട് സംഭവിക്കുന്ന ദുരന്ത ഫലങ്ങൾ, എത്രയാണ് അതിന്റെ ദൂരവ്യാപകമായ വിപത്തുകൾ, എത്രയാണ് അതുകൊണ്ട് ദുനിയാവിലും ദീനിലും നാം നേരിടുന്ന നഷ്ടങ്ങൾ, എത്രയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിള്ളലുകൾ. സഹോദരങ്ങളെ, നമ്മളൊരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ, തിന്മകളുടെ അനന്തരഫലങ്ങൾ കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അതെണ്ണി തീർക്കാൻ സാധിക്കുകയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വമാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ. ഏതൊരു വിപത്ത്, ഏതൊരു ദുരന്തം ഈ ഭൂമിയിൽ ഇറങ്ങുന്നുണ്ടോ, മനുഷ്യനെ ബാധിക്കുന്നുണ്ടോ, തിന്മകൾ കൊണ്ടല്ലാതെ അത് സംഭവിക്കുന്നില്ല. വമാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ. ആ തിന്മകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് നന്മകളിൽ മുഴുകാതെ ആ പരീക്ഷണങ്ങളൊന്നും ഉയർത്തപ്പെടാതിരിക്കുകയുമില്ല എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അല്ലാഹു പറഞ്ഞില്ലേ സൂറത്തുൽ അൻകബൂത്തിൽ, ഫകുല്ലൻ അഖദ്നാ ബിദംബി. എല്ലാവരെയും അവരുടെ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ നാം പിടികൂടിയിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. മുൻകഴിഞ്ഞ സമൂഹങ്ങളെയെല്ലാം അവരുടെ തിന്മകൾക്ക് അടിസ്ഥാനത്തിൽ അല്ലാഹു പിടികൂടിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാശത്തെപ്പറ്റി, മിമ്മാ ഖതിആതിഹിം ഉഗ്രിഖു ഫഉദ്ഖിലു നാറ. അവർ ചെയ്തു കൂട്ടിയ തിന്മകൾ നിമിത്തം നാം അവരെ മഹാപ്രളയത്തിൽ മുക്കി നശിപ്പിക്കുകയുണ്ടായി. ദുനിയാവിൽ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം അവർക്ക് അല്ലാഹു ദുനിയാവിൽ പ്രളയമാകുന്ന മഹാശിക്ഷയിറക്കി അവരെ നശിപ്പിക്കുകയുണ്ടായി. ഫഉദ്ഖിലു നാറ. നാളെ ആഖിറത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്ന ശാശ്വതമായ ശിക്ഷയും അവരെ പിടികൂടാനിരിക്കുന്നുണ്ട്. ഫലം യജിദു ലഹും മിൻ ദൂനില്ലാഹി അൻസാറ. അല്ലാഹു പിടികൂടാൻ, ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ അവർക്ക് യാതൊരു സഹായിയെയും കണ്ടെത്താൻ സാധിക്കുകയില്ല തന്നെ. അല്ലാഹു സൂറത്തു ശൂറായിൽ പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത്, എന്തൊരു ദുരന്തം, എന്തൊരു അനിഷ്ടകരമായ കാര്യം ബാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമല്ലാതെ, നിങ്ങളുടെ കൈകൾ സമ്പാദിച്ച തിന്മകൾ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അത് സംഭവിക്കുന്നില്ല. വയഅഫു അൻ കസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പേർക്ക് തിന്മകൾ വിട്ടുവീഴ്ച ചെയ്ത് പാപങ്ങൾ മായ്ച്ച് പുറത്തു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യമാണത്. സൂറത്തുർ റൂമിൽ അല്ലാഹു പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ ചെയ്തു കൂട്ടിയ അവരുടെ കരങ്ങൾ സമ്പാദിച്ച തിന്മകൾ നിമിത്തം കടലിലും കരയിലും നാശവും കുഴപ്പവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, പ്രകടമായിരിക്കുന്നു. ലിയുദീകഹും ബഅദല്ലദി അമിലു. എന്തിനാണ് ഭൂമിയിലും കരയിലും കടലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ ആകസ്മികമായ ദുരന്തങ്ങളും അസന്തുലിതമായ അവസ്ഥകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കെടുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവിപ്പിക്കുന്നത് എന്തിനാണ്? ലിയുദീഖഹും ബഅദല്ലദി അമിലു. നമ്മൾ പ്രവർത്തിച്ച ചില തിന്മകളുടെ അനന്തരഫലം, ദുരന്തം, അത് നമ്മെ കൊണ്ട് ഭൂമിയിൽ തന്നെ അല്ലാഹു അനുഭവിപ്പിക്കാനാണ്. എന്തിന്? ലഅല്ലഹും യർജിഊൻ. ആ തിന്മകളിൽ നിന്ന് അവർ മടങ്ങി നന്മയിലേക്ക് മുന്നേറാൻ, അല്ലാഹുവിലേക്ക് ഉളറിപ്പോകാൻ ചില തിന്മകൾക്കുമേൽ അല്ലാഹു പിടികൂടി ദുനിയാവിൽ അവർക്കതിന്റെ ശിക്ഷ, ദൂരവ്യാപകമായ അനന്തരഫലം അവരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഏതൊരു മുസീബത്തും, ഏതൊരു ദുരന്തവും സഹോദരങ്ങളെ, ഭൂമിയിൽ സംഭവിക്കുന്നതാകട്ടെ, കടലിൽ സംഭവിക്കുന്നതാകട്ടെ, കരയിൽ സംഭവിക്കുന്നതാകട്ടെ, നാം ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നതാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ദുരന്തഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ കൊണ്ട് അനുഭവിപ്പിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം ഭയക്കേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് ഘാതകാരം അകലം നാം പാലിക്കേണ്ടതുണ്ട്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നന്മകളിലേക്ക് വ്യഗ്രതയോടെ, തിടുക്കത്തോടെ, മാത്സര്യബുദ്ധിയോടെ തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖിനാൽ നമ്മെ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ തിന്മകൾ അത് മനുഷ്യരെ വരിഞ്ഞു മുറുക്കാൻ, തിന്മകൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില പ്രേരകങ്ങൾ, ചില ഛേദോവികാരങ്ങൾ, തിന്മകൾക്ക് മനുഷ്യനുമായിട്ടുള്ള ചില സാദൃശ്യങ്ങൾ താരതമ്യം നടത്തി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 4 വിശേഷണങ്ങൾ, 4 സാദൃശ്യങ്ങൾ, തിന്മകൾ മനുഷ്യന് സംഭവിക്കാൻ കാരണമാകുന്ന 4 പ്രധാനപ്പെട്ട പ്രേരകങ്ങൾ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, തിന്മകൾ സംഭവിക്കുന്ന ഒന്നാമത്തെ രൂപം അദ്ദുനൂബുൽ മുൽക്കിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം പ്രത്യേകമായിട്ടുള്ള ഉന്നതമായ വിശേഷ ഗുണങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നിത്യം, അവന്റെ മഹത്വം, അവന്റെ പ്രതാപം, അവന്റെ അഹന്ത, ഇത് മനുഷ്യന്മാർ കടമെടുക്കുന്നു, അല്ലാഹുവിനോട് താദാത്മ്യം കാണിക്കുന്നു. അല്ലാഹുവിന് മാത്രമാണ് അഹങ്കരിക്കാനും
അള്ളാഹുവിന് മാത്രമാണ് ഔന്നിത്യം കാണിക്കാനും എല്ലാ സൃഷ്ടികൾക്കും മേൽ പ്രതാപവും മഹത്വവും അത് വാഴാനും ആധിപത്യം സ്ഥാപിക്കാനും പ്രതാപത്തിന്റെ സമ്പൂർണതയിൽ വിരാജിക്കാനും അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അവന് മാത്രമേ അർഹതയുള്ളൂ. അത് മനുഷ്യന്മാരെടുത്തടിയുന്നു. പ്രതാപിയായവൻ വിലസുന്നു, അഹങ്കാരിയായവൻ മാറുന്നു, പൊങ്ങച്ചം കാണിക്കുന്നു, ഗർവ നടിക്കുന്നു, ദുരഭിമാനത്തിന്റെ വക്താവാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔന്നിത്യങ്ങളായ ഉന്നതങ്ങളായ നാമഗുണ വിശേഷണങ്ങൾ അതനുകരിച്ചുകൊണ്ട് അതിനോട് കിടപിടിച്ചുകൊണ്ട് മനുഷ്യൻ തിന്മകൾക്ക് മേൽ സഞ്ചരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ അത് ധാരാളമുണ്ട്. മറ്റുള്ളവർക്കുമേൽ അഹങ്കാരം കാണിക്കുക, ഞാനെന്ന ഭാവം നടിക്കുക, ആളുകളെ അടക്കി ഭരിക്കുക, തനിക്ക് കീഴിലെല്ലാം ആകണമെന്ന കേഡറിസം കാണിക്കുക. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ വിശേഷണങ്ങൾ, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ വലിയ ശ്രേഷ്ഠനാണ്, ഞാൻ മെച്ചപ്പെട്ടവനാണ്, ഞാൻ മേന്മയുള്ളവനാണ് എന്ന അഹന്തയുടെ അഹംഭാവം പേറി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്ക് കയ്യും കണക്കുമില്ല. അതിന്റെ പേരിൽ അവൻ ദീനിൽ നിന്ന് വരെ പുറത്തു പോകുന്നു, കുഫറിലേക്ക് ഊളിയിടുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ സമൂഹത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, ഇങ്ങനെയുള്ള അഹങ്കാരികൾ, അവരുടെ സങ്കേതം എത്ര മോശമാണ്, നരകമല്ലാതെ മറ്റെന്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉന്നതങ്ങളായ വിശേഷണങ്ങളോട് താദാത്മ്യപ്പെട്ട് നിന്ദനാകാൻ ഉദ്ദേശിച്ച മനുഷ്യ അല്ലാഹു പറയുന്നു, വമയ്യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അല്ലാഹു ആരെയാണോ നിന്ദനാക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണോ അവൻ നിന്ദനാക്കുന്നത്, അവനെ ആദരിക്കാൻ ആരും ഉണ്ടാകുകയില്ല. ദുനിയാവിൽ എത്ര അവൻ ആദരിക്കപ്പെട്ടാലും, ആളുകൾക്ക് മുമ്പിൽ എത്ര ബഹുമാനപ്പെട്ടവനാണെങ്കിലും ആദരണീയനാണെങ്കിലും, അല്ലാഹു ഇത്തരത്തിലുള്ള അഹങ്കാരികളെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇന്ന് കാണുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ ആളുകൾക്കിടയിൽ വലിയ ബിംബങ്ങളായി, വിഗ്രഹങ്ങളായി, ആരാധ്യ പുരുഷന്മാരായി, ആരാധനാ കേന്ദ്രങ്ങളായി ആളുകൾ അവതരിപ്പിച്ച പലതും തച്ചുടയപ്പെടുന്നു, പല വിഗ്രഹങ്ങളും വീണുടയുന്നു, അവരുടെ പ്രതാപം നഷ്ടപ്പെടുന്നു. അഹങ്കരിച്ചവരായിരുന്നവർ. വമയ്യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അല്ലാഹു നിന്ദിച്ചവരാദരിക്കാൻ ആരുമില്ല എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് തിന്മകളുടെ ഒരു രൂപം. രണ്ടാമത്തെ രൂപം അദ്നൂബു ശൈത്താനിയ, പൈശാചിക പ്രേരണയാൽ പിശാചിനോട്, സാക്ഷാൽ ശൈത്താനോട് സാദൃശ്യം പുലർത്തി സംഭവിക്കുന്ന തിന്മകൾ. ശൈത്താൻ അവന്റെ വിശേഷണങ്ങൾപ്പെട്ടതാണ് വഞ്ചന, പക, അസൂയ, കളവ്. ഇത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ശൈത്താനാണ് താതാത്മ്യപ്പെടുന്നത്. കളവ് പറയാൻ മടിയില്ലാത്തവർ, കച്ചവട ക്രയവിക്രയങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചന നടത്താൻ ഒരു ഉളുപ്പുമില്ലാത്തവർ, അസൂയ വെച്ച് പുലർത്തുന്നവർ, മുസ്ലിമായ സഹോദരങ്ങളോട് പക കൊണ്ട് നടക്കുന്നവർ, അവർക്കെതിരെ ക്ഷുദ്രപ്പണികൾ എടുക്കുന്നവർ, ചാരപ്പണി നടത്തുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മകളെല്ലാം ശൈത്താന്റെ വിശേഷണങ്ങളായി പരിചയപ്പെടുത്തിയതാണ്. പൈശാചികമാണിത്. ഈ പ്രവൃത്തി കൊണ്ട് നടക്കുന്നവർ പിശാചിന് തുല്യമാണ്. വൽ അംറു ബിൽ മആസി വതർഗീബു ഫീഹാ, തിന്മകൾ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല. തിന്മകൾ അതെത്ര വലുതാണെങ്കിലും നിസാരമായി അവർ തള്ളിക്കളയുന്നു. തിന്മകൾക്കുള്ള പ്രേരണ പൈശാചികമാണ്. അല്ലാഹുവും റസൂലും വിലക്കിയതാണ്, ഹറാമാണെന്ന് അറിഞ്ഞിട്ടും തിന്മകൾ ചെയ്യാനുള്ള നമ്മുടെ ത്വരയുണ്ടല്ലോ, അത് പൈശാചികമാണ്. അതുപോലെ തന്നെ നന്മകൾ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. അത് പ്രകടിപ്പിക്കൽ കുറവാണ്, കുറച്ചിലാണ്, പുരോഗതിക്കെതിരാണ്, സ്വാതന്ത്ര്യത്തിനെതിരാണ്, യാഥാർത്ഥികമാണ് എന്ന് പറഞ്ഞ് നന്മകളിൽ നിന്ന് ആളുകളെ തടയുക, നിരുത്സാഹപ്പെടുത്തുക പൈശാചികമാണ്, ശൈത്താനിന്റെ വടിയാണ്. ഹറാമുകളിൽ, തോന്നിവാസങ്ങളിൽ വിഹരിക്കാനും ബിദ്അത്തുകളിലേക്കും ദീനില്ലാത്ത അനാചാരങ്ങളിലേക്കും വഴികേടിലേക്കും ക്ഷണിക്കാനുമുള്ള പ്രേരണ, ഇതെല്ലാം പൈശാചികമാണ്. അതുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നവരുടെ സാദൃശ്യം സാക്ഷാൽ പിശാചിനോടാണ്. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം സഹോദരങ്ങളെ, അദ്നൂബു സബുഇയ്യ, വന്യജീവികളോട്, ദയാദാക്ഷിണ്യം തൊട്ടു തീണ്ടാത്ത നരഭോജികളോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ, അതും മനുഷ്യരിലുണ്ടാകും. അതിനുദാഹരണമാണ് അൽ ഗളബു വൽ ഉദ്വാനു വൽ ബഗ്യു വൽ ദുൽം, കോപിക്കുക, ദേഷ്യപ്പെടുക, ശത്രുത വെച്ച് പുലർത്തുക, അതിക്രമവും അനീതിയും പ്രവർത്തിക്കുക, ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക, അർഹതയില്ലാത്ത ധനം അപഹരിക്കുക, ആളുകളുടെ അവകാശങ്ങളും
ആളുകൾക്ക് വകവെച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യതകളും നിഷ്കരുണം ഹനിക്കുക, കൊല്ലുക, കൊലപാതകം നടത്തുക, അന്യായമായി അന്യന്റെ ധനം സ്വത്ത് ഭുജിക്കുക, ഇതെല്ലാം വന്യജീവികളോട്, കാടൻ മൃഗങ്ങളോട്, ക്ഷുദ്രജന്തുക്കളോട്, നരഭോജികളോട് സാദൃശ്യപ്പെട്ട് മനുഷ്യൻ ചെയ്യുന്ന തിന്മകളാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് നാലാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, ചില മനുഷ്യന്മാർ അവർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കണ്ടിട്ട് ആളുകൾ അടക്കം പറയാറില്ലേ, ഇവൻ മനുഷ്യനല്ല, മൃഗസമാനനാണ്, മൃഗത്തിന് തുല്യമാണ്, ഹൃദയം കല്ലായി പോയവൻ. ഒരു മനുഷ്യനിങ്ങനെ ചെയ്യാൻ സാധിക്കാറില്ല. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ അതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. നാലാമത്തെ രൂപം അദ്ദുനൂബുൽ ബഹീമിയ, സാധാരണ നാൽക്കാലികൾ തിന്നാനും അയവറക്കാനും കുടിക്കാനും ഭോഗിക്കാനും മാത്രം ജീവിതത്തെ ഒഴിഞ്ഞുവെച്ച ബുദ്ധിയില്ലാത്ത, ചിന്താശേഷിയില്ലാത്ത നാൽക്കാലികൾ, അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ, അവരോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ. അതിന് പണ്ഡിതന്മാർ ഒറ്റവാക്കിൽ വിശദീകരിച്ചു, അശ്ശറഹു. ശറഹ് എന്ന് പറഞ്ഞാൽ അശ്ശഹ്വത്തുൽ ബത്നി വൽ ഫർജ്, ആമാശയത്തിന്റെയും ലൈംഗികാവയവത്തിന്റെയും ആവശ്യം പൂർത്തീകരിക്കുക എന്നതിനപ്പുറത്ത് അവർക്കൊരു ലക്ഷ്യമില്ല. കുറെ തിന്നുക, കുറെ കുടിക്കുക, കുറെ സുഖിക്കുക, രമിക്കുക, ഭോഗിക്കുക, അതിനപ്പുറത്ത് അവർക്കൊരു ജീവിതമില്ല. അതിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം, ആർത്തി, ദുര, അത്യാഗ്രഹം, ഇത് നാൽക്കാലികൾക്ക്, കന്നുകാലികൾക്ക് സാദൃശ്യപ്പെട്ട് മനുഷ്യനിൽ സംഭവിക്കുന്ന തിന്മകളാണ്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് വ്യഭിചാരം. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് മൃഗങ്ങൾക്കിടയിൽ പോലും കേട്ട് കേൾവിയില്ലാത്ത പ്രകൃതി വിരുദ്ധത എന്ന അടുത്ത കാലത്ത് വരെ നമ്മുടെ സമൂഹം വിലയിരുത്തി ഇന്ന് വലിയ മെച്ചപ്പെട്ട പ്രവൃത്തിയായി കൊട്ടിഘോഷിക്കുന്ന സ്വർഗഭോഗം, ഹോമോസെക്ഷാലിറ്റി, ഇതെല്ലാം നാൽക്കാലികൾക്ക് സമാനമായി മനുഷ്യനിടയിൽ സംഭവിക്കുന്ന തിന്മകളാണ്. അതുപോലെ തന്നെ മോഷണം, മൃഗങ്ങൾക്ക് അന്യമൃഗത്തിന്റെ അവകാശപ്പെട്ട സാധനം മോഷ്ടിക്കാൻ ഒരു മടിയുമില്ല, അപഹരിക്കാൻ ഒരു മടിയുമില്ല, തട്ടിപ്പറിക്കാൻ ഒരു മടിയുമില്ല. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് അത് ഭക്ഷണമാകട്ടെ സ്വത്താകട്ടെ എന്തും അന്യായമായി നേടാനുള്ള ത്വര, പിശുക്ക്, ലുബ്ധത, അതുപോലെ തന്നെ അനാനിയത്, സ്വാർത്ഥത, ഇതെല്ലാം കന്നുകാലികളോട് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് അതിന്റെ പേരിൽ ആരെ എന്ത് അപമാനിച്ചാലും ആരെ ചവിട്ടിത്താഴ്ത്തിയാലും എന്റെ കാര്യം നടന്നാൽ മതി എന്ന അഭിമാന ദുര, സ്വാർത്ഥഭാവം, ഇതെല്ലാം കന്നുകാലികൾക്ക് സാദൃശ്യപ്പെട്ട് മനുഷ്യന് സംഭവിക്കുന്ന തിന്മകളാണ്. സഹോദരങ്ങളെ, 4 വിഭജനങ്ങൾ നാം പറഞ്ഞു. മനുഷ്യനെ പിടികൂടുന്ന അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന അള്ളാഹുവിന്റെ ഉന്നതമായ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ, അതുപോലെ തന്നെ പിശാചിനോട്, സാക്ഷാൽ ശൈത്താനോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന പൈശാചികമായ തിന്മകൾ, വന്യമൃഗങ്ങളോട്, കാടൻ മൃഗങ്ങളോട്, നരഭോജികളോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ. അവസാനമായി നമ്മൾ പറഞ്ഞു, സാധാരണ നാൽക്കാലികളോട്, മിണ്ടാപ്രാണികളോട് സാദൃശ്യപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ. ഈ 4 വിഭജനങ്ങളിൽ, ഈ 4 തരംതിരിവുകളിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു തിന്മ ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ടോ? നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ സംഭവിക്കാനിരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളുടെ ദുരന്ത ഫലങ്ങളിൽ നിന്ന്, തിന്മകളുടെ ദൂരവ്യാപകമായ വിപത്തുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ദീനും ദുനിയാവും സംരക്ഷിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു യഗ്ഫിർ ലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസൈക്കും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ എല്ലാ ആദമിന്റെ മക്കളും മനുഷ്യരായി പിറന്നവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്, പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, എന്നാൽ തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ ആ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട്
ചെയ്ത തെറ്റിന്റെ പേരിൽ അതിയായ ഖേദം രേഖപ്പെടുത്തി ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്ത് തെറ്റിന്റെ എന്തംശമുണ്ടോ അത് ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് ആ തെറ്റിനോട് വിട പറഞ്ഞ് നന്മയിലേക്ക് മുന്നേറുന്നവരാണ്, തൗബ ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലം തുസ്നിബു ലദഹബ അല്ലാഹു ബിക്കും വലജാഅ ബിഖൗമിൻ യുസ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ ഫയഗ്ഫിറു ലഹും. നിങ്ങൾ തെറ്റു ചെയ്യാതെ തിന്മകൾ പ്രവർത്തിക്കാതെ നിങ്ങളുടെ നന്മകളിൽ അഭിരമിച്ച് നന്മകൾ ചെയ്ത് അത്ഭുതം കൂറി ആത്മവഞ്ചനയിലായി നിങ്ങൾ അങ്ങനെ അഹങ്കാരികളായി നടക്കുന്നതിനേക്കാൾ അള്ളാഹുവിനിഷ്ടം തെറ്റുകൾ സംഭവിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് ഉടനടെ വിനയാന്വിതനായി അള്ളാഹുവിലേക്ക് താണുകേണു മടങ്ങി തൗബയിരുന്നു വാങ്ങി അങ്ങനെ ജീവിക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തെറ്റുകളിൽ വീഴ്ച സംഭവിച്ചത് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരികയും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടവർ ഇസ്തിഗ്ഫാറും തൗബയും അധികരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അള്ളാഹു അതിന് മാറ്റം സംഭവിപ്പിക്കും. അള്ളാഹു എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. ഇത് തെറ്റ് ചെയ്യാനുള്ള ആഹ്വാനമല്ല, മറിച്ച് തെറ്റ് സംഭവിച്ചാൽ ഉടനടി താമസിയാതെ തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നന്മയിലേക്ക് മടങ്ങാനുമുള്ള പ്രേരണയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ കൊണ്ട് മടങ്ങുക. എന്താണ് യഥാർത്ഥ തൗബ എന്ന് പറഞ്ഞാൽ? ഞാൻ സൂചിപ്പിച്ചു, ചെയ്ത തെറ്റിന്റെ പേരിലുള്ള അതിയായ ഖേദമുണ്ടാകണം, തെറ്റ് തെറ്റാണെന്നുള്ള ബോധ്യം വേണം. രണ്ടാമതായി ആ തെറ്റിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന ഉറപ്പ് വേണം, ദൃഢനിശ്ചയം വേണം. മൂന്നാമതായി ആ തെറ്റിന്റെ എന്തെങ്കിലും അനുരണനങ്ങൾ അനന്തരഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വേരോടെ പിഴുതെറിഞ്ഞ് കാലാകാലം അതിനോട് സലാം പറയാൻ സാധിക്കണം. ഇതാണ് യഥാർത്ഥ തൗബ. ഫമൻ താബ താബല്ലാഹു അലൈഹി. ആരാണോ ഇങ്ങനെ തൗബ ചെയ്യുന്നത് അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ അർജാ ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച മഹത്തായ ആയത്തിലൂടെ പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച തിന്മകൾ ചെയ്തു പോയ എന്റെ അടിമകളോട് പറയുക നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. അള്ളാഹുവിനോട് എന്തു തിന്മകൾ പ്രവർത്തിച്ചാലും ഉടനടി തൗബ ചെയ്ത് അവനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ പൊറുക്കാത്തൊരു തിന്മയുമില്ല. അതുകൊണ്ട് മടിക്കരുത്. അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അവൻ പുറത്തു നൽകും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സകല തിന്മകളും അവൻ പുറത്തു നൽകുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്ന് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ തിന്മകളിൽ നിന്ന് കാലാകാലം വിട പറഞ്ഞ് നന്മകളിൽ മുന്നേറാനുള്ള മഹത്തായ തൗഫീഖ്, ഐഹികവും പാരത്രികവുമായ സൗഭാഗ്യത്തിന്റെ അടിത്തറ പാകുവാനുള്ള തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.